കണ്ണൂരിൽ നിന്നും സമാനമായ രീതിയിലുള്ള ഒരു വാർത്തയാണ് വരുന്നത്. കണ്ണൂരിൽ 2 പേരാണ് പുഴയിൽ മുങ്ങി മരിച്ചത്. കണ്ണൂർ കിളിയന്തറ ചരൽപ്പുഴയിലാണ് അപകടം ഉണ്ടായത്. 9 വയസ്സുകാരനായ ആൽബിനെ രക്ഷിക്കാൻ ഇറങ്ങിയ വിൻസെന്റുമാണ് മരിച്ചത്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നു. നിഖിൽ, ഇപ്പോൾ കാസർഗോഡത്തെ അപകട വാർത്തയിൽ നിന്നാണ് നമ്മൾ കണ്ണൂരിലേക്ക് വരുന്നത്. കണ്ണൂരിൽ എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മിപത്മ, വൈകിട്ട് 3 മണിയോടുകൂടിയാണ് കണ്ണൂർ ഇരിട്ടി കിളിയന്തറ ചരൽപ്പുഴയിൽ ഇത്തരത്തിലൊരു അപകടം നടന്നത്. ഈ അപകടത്തിൽ കണ്ണൂർ കൊറ്റാളി സ്വദേശികളായ 2 പേരാണ് മരിച്ചത്. 9 വയസ്സുകാരൻ ആൽബിനും 42 വയസ്സുള്ള വിൻസെന്റുമാണ്. ഇവർ ഇരുവരും അവിടേക്ക് കിളിയന്തറയിലേക്ക് എത്തിയതായിരുന്നു. വിൻസെന്റിന്റെ അയൽവാസിയാണ് ആൽബിൻ. വിൻസെന്റിന്റെ അമ്മ ചികിത്സാർത്ഥം കിളിയന്തറയിലുള്ള സഹോദരിയുടെ വീട്ടിലാണ് ഉള്ളത്. അവരെ കാണുന്നതിന് വേണ്ടി വിൻസെന്റ് പോകുമ്പോൾ ആൽബിനും കൂടെ പോയതാണ്. ഇതിനുശേഷമാണ് ഈ വീടിനോട് ചേർന്നുള്ള പുഴ കാണാൻ വേണ്ടി ഇവർ പോയതായിരുന്നു. ഇവർക്കൊപ്പം മറ്റാളുകളും ഉണ്ടായിരുന്നു. അതിനിടയിൽ ആൽബിൻ പുഴയിലേക്ക് ഇറങ്ങുകയായിരുന്നു. പുഴയിൽ ഇറങ്ങിയ ആൽബിൻ മുങ്ങുന്നത് കണ്ടാണ് വിൻസെന്റ് രക്ഷിക്കാൻ ഇറങ്ങിയത്. അപകടകരമായ രീതിയിൽ പുഴ ഒഴുകുന്ന ഒരു സ്ഥലമാണിതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടായിരുന്നവരും ഈ ആൽബിൻ ഇറങ്ങുമ്പോൾ തടയാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അതിനു മുന്നേ തന്നെ അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 പേരും അവിടെ മുങ്ങി മരിക്കുകയായിരുന്നു. ഇപ്പോൾ 2 പേരുടെയും മൃതദേഹം ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.